2 ദിവസം മുമ്പ് വരെ ഒരു ബ്രോ ആവർത്തിച്ച് സുഗ്രീവന്റെ കഥ പറയാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയതിന് ആദ്യമേ തന്നെ മാപ്പ് പറയും. ഈ സുഗ്രീവന്റെ കഥ പറയുമ്പം ബാലിയുടെ കഥയും കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല. രാമായണത്തിനകത്ത് ഇവർ രണ്ട് സഹോദരന്മാരും തമ്മിലുള്ള സങ്കീർണമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് പറയാൻ ഒരു കാണ്ഡം തന്നെ മാറ്റി വെക്കുന്നുണ്ട്. കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്ന ഈ ഒരു കാണ്ഡത്തിലാണ് ബാലിയുടെയും സുഗ്രീവന്റെയും കഥ മുഴുവനും പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ഹീറോകളാണ്. ബാലയും ഹീറോ ആണ്, സുഗ്രീവനും ഹീറോ ആണ്. കാരണം സ്വയം ഒരടിമയായി മരിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം സ്വാതന്ത്ര്യവും സാമ്രാജ്യവും വീണ്ടെടുത്ത രണ്ട് കരുത്തന്മാരായ സഹോദരന്മാരുടെ കഥയാണ് ബാലിയുടെയും സുഗ്രീവന്റെയും. അതവിടെ നിൽക്കട്ടെ. ഇതിന്റെ ജന്മത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ, സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവ് തന്റെ കണ്ണിൽ നിന്നും സ്രവം എടുത്ത് പുറത്തേക്ക് എറിയുമ്പോൾ ആ സ്രവം നിലത്ത് വീണ് അതിൽ നിന്നും ഋഷിരാജ് എന്ന് പറയുന്ന ഒരു വലിയ വാനര രൂപമുള്ള ഒരു വ്യക്തി രൂപാന്തരം ചെയ്യുന്നു. അപ്പം ഋഷിരാജ് എന്താണ് വേണ്ടതെന്ന്, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് ബ്രഹ്മാവിനോട് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയും, നീ പോയി അസുര നിഗ്രഹം നടത്തി ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ. ഋഷിരാജനെ കൊണ്ട് എങ്ങനെയാണ് കരുത്തന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയും അവരെയൊക്കെ നിഗ്രഹിക്കുക? അതിന് വേറെ വഴിയില്ലാത്ത സാഹചര്യത്തിൽ ഋഷിരാജ് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു വാനര സ്ത്രീയുടെ രൂപം പൂണ്ടൊരു പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ ഈ മീശമാധവനല്ലല്ലോ, ഈ പറക്കം തെളിയിക്കകത്ത് ഇല്ല, വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പം അതിസുന്ദരിയായി വരുന്നു എന്നൊക്കെ പറയത്തില്ല. അതുപോലെ ഈ പൊട്ടക്കിണറ്റിലേക്ക് കയറിയ ശേഷം അവിടെ നിന്ന് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു വാനര സ്ത്രീയുടെ രൂപത്തിൽ ഋഷിരാജ് പുറത്തേക്ക് വരുന്നു. അപ്പം അത് കണ്ട് അനുരക്തനായിട്ടുള്ള ഇന്ദ്രദേവനും സൂര്യദേവനും പ്രസാദിച്ച് അങ്ങനെ രണ്ട് കുട്ടികളുണ്ടാവുന്നു. അതിൽ ഇന്ദ്രദേവന്റെ കുട്ടിയാണ് ഈ പറഞ്ഞ ബാലി, സൂര്യദേവന്റെ കുട്ടിയാണ് സുഗ്രീവൻ. രണ്ടാളും ഐഡന്റിറ്റിക്കൽ ട്വിൻസ് ആണ്. രണ്ടുപേരെയും കണ്ടാൽ പരസ്പരം തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈ രണ്ട് സഹോദരന്മാരും തമ്മിലും നല്ല ബോണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും ചേർന്ന് ആരുടെ അടിമയായിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആ സമയത്ത് ഈ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള അസുരഗോത്രങ്ങളും ദേവഗോത്രവും തമ്മിൽ അടിയും പിടിയും വെട്ടും കുത്തുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാക്ഷസഗോത്രങ്ങളെയാണ് ഞാൻ ഈ അസുരഗോത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ഇതുപോലുള്ള വാനരന്മാരും മറ്റ് ജീവികളും ഒക്കെ അടിമകളെ പോലെ ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അവരുടെ അടിമയായിട്ടിരിക്കാൻ ഒരിക്കലും ബാലിക്കും സുഗ്രീവനും താല്പര്യമില്ലായിരുന്നു. രണ്ടാളുകളും ചേർന്ന് വളരെ വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്ത് എതിരാളികളെ മുഴുവൻ ചവിട്ടി മെതിച്ച് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വർണ്ണ രഹിതമായിട്ടുള്ള ജാതി മത സിസ്റ്റത്തിനെല്ലാം എതിരായിട്ടുള്ളൊരു സമത്വമായിട്ടുള്ളൊരു സാമ്രാജ്യം, എല്ലാവരുടെയും, നമ്മൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒക്കെ ഒരു പീക്ക് ലെവൽ പറയത്തില്ലേ, വിതറിങ്ങിയ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ഓൾ ആർ ഈക്വൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുത്ത വ്യക്തിയായിരുന്നു ബാലിയും സുഗ്രീവനും. അങ്ങനെ രണ്ടാളുകളും ചേർന്ന് അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എതിർക്കാൻ വരുന്ന അസുരന്മാരെ മുഴുവൻ ബാലി കൊന്നു തള്ളുന്നുണ്ട്. ബാലി കൊന്നു തള്ളാനുള്ള കാരണം, സുഗ്രീവനും കരുത്തനാണ്. ബാലിക്ക് എത്രമാത്രം കരുത്തുണ്ടോ അത്രയും കരുത്ത് തന്നെ ആർക്കും ഉണ്ട്, സുഗ്രീവനും ഉണ്ട്. പക്ഷേ സുഗ്രീവൻ കുറച്ചുകൂടി നീതിമാനാണ്. നമ്മൾ സൂര്യന്റെ പുത്രനായതുകൊണ്ട് തന്നെ ഈ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ ഇന്ദ്രന്റെ പുത്രനായതുകൊണ്ട് സ്ത്രീ വിഷയങ്ങളിൽ ബാലി അത്ര നല്ല കുഞ്ഞല്ല. ഇപ്പം ഇന്ദ്രപുത്രനായിട്ടുള്ള അർജുനനും ചെറിയൊരു പ്ലേ ബോയ് ആയിരുന്നു. ഒരുപാട് സ്ഥലത്ത് അർജുനന് പല ബന്ധങ്ങളുണ്ട്. അതുപോലെ സ്ത്രീ വിഷയങ്ങളിൽ നമ്മുടെ ബാലിയും കുറച്ച് തൽപരനായിരുന്നു. അത് പറയാൻ വന്ന എന്താന്ന് പിന്നെ പറയാം. ഈ ഒരു സംഗതി നിൽക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവർ ദുന്ദുഫി എന്ന് പറയുന്ന ഒരു രാക്ഷസനെ വധിക്കുന്നുണ്ട്. ദുന്ദുഫി ഒരു പോത്തിന്റെ രൂപം പൂണ്ടിട്ടാണ് ബാലിയുമായിട്ട് യുദ്ധത്തിന് വരുന്നത്. അപ്പം അടിച്ച് കൊന്ന്, ബാലിക്ക് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നൊരു വരം കിട്ടിയിട്ടുണ്ട്. ആരുമായി എതിർക്കുന്നോ ആ എതിർക്കുന്നവന്റെ പകുതി ബലം കൂടി തനിക്ക് കിട്ടും. അതാണ് സുഗ്രീവനും ബാലിയും തമ്മിലുള്ള പവറിലെ വ്യത്യാസം. ഇപ്പം ബാലിയും സുഗ്രീവനും തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ സുഗ്രീവന്റെ പകുതി ബലം കൂടി ബാലിക്ക് കിട്ടും. ബാലിക്ക് നേരെ ആരെതിർക്കാൻ വന്നാലും അവരുടെ പകുതി ബലം ബാലിക്ക് കിട്ടും. ഇപ്പം നമ്മുടെ രാവണനുണ്ടല്ലോ, ഈ സർവവും കീഴടക്കി ശ്രീജിതമായതെല്ലാം ലങ്കയ്ക്ക് സ്വന്തം എന്ന് പറഞ്ഞു നടക്കുന്ന രാവണനെ അടിച്ച് തൂഫാനാക്കി വാലിനകത്ത് ചുരുട്ടി കെട്ടി കഴുത്തിൽ വാല് ചുറ്റി വലിച്ചഴിച്ചുകൊണ്ട് നടന്നവനാണ് ബാലി. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ബാലിയുടെ പവർ എന്താണെന്ന്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ദുന്ദുഫിയെ വധിച്ചെന്ന് പറയാനല്ലോ, പോത്തിന്റെ രൂപം പൂണ്ട് വന്ന ദുന്ദുഫിയുടെ ആ മൃതദേഹം എടുത്ത് ബാലി ദൂരേക്ക് വലിച്ചെറിയുന്നു. അത് പോയി വീണത് ഋഷ്യമുഖം എന്ന് പറയുന്ന പർവ്വതത്തിലാണ്. ഈ ഋഷ്യമുഖ ജലത്തിൽ മാതംഗമുനി എന്ന് പറയുന്ന ഒരു മുനി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മാതംഗമുനി തപസ്സിൽ നിന്നും ഉണരുന്നുണ്ട്. കാരണം എൻ്റെ ഈ പുണ്യപുരാതനമായിട്ടുള്ള ഈ ഭൂമിയിൽ ഒരു പോത്തിന്റെ രക്തം കൊണ്ടൊഴിച്ച് ആരാണ് അശുദ്ധമാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഒരു യക്ഷം എന്ന് പറയുന്നുണ്ട് ഇത് ബാലിയാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പം ശപിക്കും, എൻ്റെ ഈ ഒരു പുണ്യഭൂമിയെ അശുദ്ധമാക്കിയവൻ ഇനിമേലിൽ ഈ ഋഷ്യമൂകാചലത്തിൽ കാല് കുത്തിയാൽ ആ ക്ഷണം അവൻ്റെ തല പൊട്ടിത്തെറിച്ച് അവൻ മരിക്കും എന്ന്. അപ്പം ബാലികേറാമല എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അവിടെയാണ്. ഋഷ്യമൂകാചലത്തിൽ ബാലിക്ക് കയറി പോകാൻ പറ്റത്തില്ല. ഇനി ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഈ ദുന്ദുഫിയുടെ അനിയനാണ് മായാവി. ഈ മായാവിയും ബാലിയും തമ്മിൽ ഒരു സ്ത്രീ വിഷയത്തിൽ നേരത്തെ കശുവിഷയമുണ്ട്. ഒരു ദിവസം നട്ടപ്പാതിരാത്രിക്ക് മായാവി കിഷ്കിന്ധയിലെ കൊട്ടാരത്തിന്റെ പുറത്ത് വന്ന് പറഞ്ഞു, എടാ മുണ്ടനായിട്ടുള്ള വാനര, നിനക്ക് എന്നോട് ഏറ്റുമുട്ടാനുണ്ടെങ്കിൽ, രാത്രി യുദ്ധത്തിന് ഏറ്റുമുട്ടാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ ഇറങ്ങി വിടാന്ന് പറയും.
നമ്മൾ മഹാഭാരതത്തിനകത്ത് മറ്റേ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ഘടോൽക്കജന് രാത്രി യുദ്ധത്തിൽ ഭയങ്കര ശക്തിയായിരിക്കും എന്ന്. രാക്ഷസന്മാർക്ക് എപ്പോഴും രാത്രി യുദ്ധത്തിൽ അപാരമായിട്ടുള്ള ഡോമിനേഷൻ ആയിരിക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ രാത്രി യുദ്ധത്തിൽ ബാലിയെ കീഴ്പ്പെടുത്താം എന്നുള്ളതായിരുന്നു ആരുടെ പ്ലാൻ? നമ്മുടെ മായാവിയുടെ പ്ലാൻ. അങ്ങനെ പക്ഷേ ബാലി ഒറ്റയ്ക്കല്ല ഇറങ്ങി വരുന്നത്, ബാലിയുടെ കൂടെ സുഗ്രീവനും കൂടി ഇറങ്ങി വരുന്നുണ്ട്. രണ്ടാളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പണി വാളും എന്ന് മനസ്സിലാക്കിയിട്ട് മായാവി കണ്ടം വഴി ഓടി 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 ഒരു ഗുഹയ്ക്കകത്ത് കയറുന്നു. ഗുഹയ്ക്കകത്ത് കയറുമ്പം ബാലി പറയും, നീ ഈ ഗുഹയുടെ പുറത്ത് കാവൽ നിൽക്കുക, ഞാൻ അവനെ ചെന്ന് കയറി കൊന്ന് തീർത്തിട്ടേ വരത്തുള്ളൂ എന്ന് പറയും. അപ്പം സുഗ്രീവൻ പുറത്ത് കാവൽ നിൽക്കും. രണ്ടാളും കൂടെ അകത്ത് കയറും, അതായത് മായാവിയും ബാലിയും കൂടെ അകത്തേക്ക് കയറി രണ്ടാളും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. ഈ പൊരിഞ്ഞ യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ബാലിയുടെ നിലവിളിയും കരച്ചിലും മാത്രമാണ് സുഗ്രീവൻ കേട്ടോണ്ടിരിക്കുന്നത്. അതേസമയം മായാവിയുടെ അട്ടഹാസങ്ങളും കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം ഇത് മായാവിയുടെ മായയാണ്. യഥാർത്ഥത്തിൽ ബാലിയാണ് യുദ്ധത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ രക്തം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒഴുകി 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 വരുന്നുണ്ട്. അത് തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ ബാലിയുടെ അനക്കവും ഇല്ല, മറ്റവൻ്റെ അട്ടഹാസങ്ങളും കാര്യങ്ങളും മാത്രമാണ് കേൾക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സുഗ്രീവൻ എന്താണ് ചെയ്തത്? സുഗ്രീവൻ ഈ ഒരു വലിയ പാറക്കല്ല് എടുത്ത് വെച്ചിട്ട് ഈ ഗുഹയുടെ കവാടം അങ്ങ് അടച്ചു വെക്കും. എന്ന് വെച്ചാൽ ഈ രാക്ഷസനായിട്ടുള്ള മായാവി അത് കിടന്ന് മരിച്ചു പോട്ടെ എന്നുള്ള തീരുമാനത്തിൽ അടച്ചു വെച്ചിട്ട് വളരെ സങ്കടപ്പെട്ട് കിഷ്കിന്ധയിലേക്ക് തിരിച്ചു വരും. സ്വന്തം അനിയൻ മരിച്ചു പോയല്ലോ, അല്ലെങ്കിൽ സ്വന്തം ബ്രദർ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്ന് വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പം രാജ്യം അനാഥമാകാൻ പാടില്ലല്ലോ. അങ്ങനെ ഈ ഈ രാജ്യം എപ്പോഴും രാജ്ഞി എപ്പോഴും രാജാവിന് സ്വന്തം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം അധികാരം ഏറ്റെടുത്തു, ഭരിക്കാൻ തുടങ്ങി. അധികാരം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ സുഗ്രീവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. ഒന്ന് ഹനുമാൻ, മാരുതി, ഹനുമാൻ തന്നെ അല്ലല്ലോ, മാരുതി, നളൻ, നീലൻ, ജാമ്പവാൻ, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അപ്പം ഇവരുടെ എല്ലാം നിർദ്ദേശപ്രകാരമാണ് സുഗ്രീവൻ ഭരിക്കാനിരിക്കുന്നത്. അങ്ങനെ താരയെ പട്ടമഹിഷിയായിട്ട് തന്നെ വെക്കാൻ, അതായത് ബാലിയുടെ ഭാര്യയായിട്ടുള്ള താരയെ പട്ടമഹിഷിയായിട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഭരിച്ചത്. പക്ഷേ ബാലി മറ്റേ ഗുഹയിൽ നിന്ന് ലവനെ മായാവയെ കൊന്നു തീർത്തിട്ട് വന്നപ്പം ഗുഹയുടെ കവാടം അടച്ചു വെച്ചിരുന്നു. ഒറ്റ ചവിട്ടിന് കല്ല് ചവിട്ടി തെറിപ്പിച്ചിട്ട് പാഞ്ഞ് കിഷ്കിന്ധയിലേക്ക് വന്നു. കിഷ്കിന്ധയിലേക്ക് വന്നപ്പം അവിടെ എന്താണ്, അയാളുടെ ഭാര്യ പട്ടമഹിഷിയായിട്ട് വാഴുന്നു, അതായത് ബാലിയുടെ ഭാര്യ പട്ടമഹിഷിയായിട്ട് വാഴുന്നു. സുഗ്രീവൻ അവിടെ രാജാവായിട്ടിരിക്കുന്നു. അപ്പോഴേ അണ്ണന് കലിപ്പാവും. എന്ന് വെച്ചാൽ സുഗ്രീവൻ തന്നെ ചതിച്ചു കൊന്നിട്ട് തൻ്റെ രാജ്യവും ഭാര്യയും അപഹരിക്കാൻ ശ്രമിച്ചു എന്ന് കരുതി രണ്ടാളും തമ്മിൽ അടിയാവും. അടിച്ച് പഞ്ഞിക്കിടുക എന്ന് പറഞ്ഞാൽ ഇടിച്ച് ഒരു പഞ്ചറാക്കി ഈ സുഗ്രീവന്റെ ഭാര്യയായിട്ടുള്ള രുമയെ ഭാര്യ അപഹരിക്കും. അപ്പം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സുഗ്രീവൻ ഋഷ്യമുഖാചലത്തിലേക്ക് പോകും. ഋഷ്യമുഖാചലം നമ്മൾ പറഞ്ഞാണല്ലോ ബാലിക്ക് കയറാൻ പറ്റാത്ത ശാപം കിട്ടിയ പ്രദേശം. അവിടേക്ക് പോയി സേഫായിട്ടിരിക്കും. ഇതാണ് ഈ ഒരു ഘട്ടം. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഒരിക്കൽ സ്ഥിരം ബാലിക്ക് നിരന്തരം സുഗ്രീവനെ വെറുതെ വന്ന് ചൊറിയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്തൊരു കാര്യം പറയട്ടെ, ഈ സുഗ്രീവന്റെ ഭാര്യയായിട്ടുള്ള രുമയെ പിടിച്ച് ബാലി ഇവിടെ വെക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വെക്കുന്നുണ്ട്. അത് ഭാര്യാപഹരണമാണ്. ഇത് കാരണമാണ് പിന്നീട് രാമൻ ആളിനെ കൊന്നതൊക്കെ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പോവും, അത് പോട്ടെ. അപ്പം ഈ സുഗ്രീവൻ ഋഷ്യമുഖാചലത്തിൽ ഇരിക്കുന്ന സമയത്ത് മുഴുവനും ബാലി ഋഷ്യമുഖാചലത്തിന്റെ ചുറ്റും വട്ടമിട്ട് പറഞ്ഞ ശേഷം താഴ്ന്നു വന്ന് സുഗ്രീവന്റെ തലയ്ക്ക് ചവിട്ടുന്നുണ്ട്. നിരന്തരം സുഗ്രീവൻ ബാലിയുടെ ചവിട്ട് തലയ്ക്ക് കൊണ്ട് തല ചമ്മന്തിയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സമയത്ത് ഹനുമാൻ തീരുമാനിക്കുന്നു, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ബാലിയെ തീർക്കാം എന്ന് കരുതി ബാലിയുടെ വാലിലും കാലിലും എല്ലാം കൂടെ ലോക്കിട്ട് തൂക്കിയെടുത്ത് താഴെ കൊണ്ടുവന്നാൽ മാത്രം മതി. കാരണം ഋഷിമുഖജലത്തിൽ കാല് ചവിട്ടി കഴിഞ്ഞാൽ ബാലി മരിച്ചു പോകുമല്ലോ. അപ്പം അവസാനം ഇവർ രണ്ടുകൂടെ കോംപ്രമൈസിലെത്തുന്നു. പിന്നെ ബാലിയെ ഒന്നും ചെയ്യാതെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാലി സുഗ്രീവനെ അങ്ങോട്ടും ഒന്നും ചൊറിഞ്ഞിട്ടില്ല. പിന്നാണ് രാമൻ ഫീൽഡിലേക്ക് വരികയും രണ്ടാളും തമ്മിൽ യുദ്ധം നടക്കി ഒരു കരാറൊപ്പിടുന്നുണ്ട്. കരാറൊപ്പിടുന്നതനുസരിച്ച് ബാലിയെ കൊന്ന് സാമ്രാജ്യം നേടിക്കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം സുഗ്രീവനും ബാലിയും തമ്മിൽ ഫൈറ്റിന് പോകുമ്പം ബാലിക്ക് പവർ അറിയാമല്ലോ. ബാലി സുഗ്രീവനെ അടിച്ച് ചമ്മന്തിയാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തുന്നു. ചമ്മന്തിയാക്കുമ്പം രാമൻ എന്താണ് മറഞ്ഞിരുന്ന് ബാലിയെ അമ്പെയ്ത് കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആരെങ്കിലും നേരിട്ട് എതിർക്കാൻ വന്നു കഴിഞ്ഞാൽ ബാലിക്ക് എതിരാളിയുടെ പകുതി ബലം കൂടി കിട്ടും. അതുകൊണ്ട് രാമന് നേരിട്ട് ബാലിയുമായിട്ട് യുദ്ധം ഞാൻ ആ പോർഷൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, എല്ലാവർക്കും അറിയുന്നുണ്ട് കേട്ടോ. നേരിട്ട് യുദ്ധം ചെയ്താൽ പകുതി ബലം കിട്ടും എന്നുള്ള ഒരു വരബലം ഉള്ളത് കൊണ്ട് തന്നെ മറിഞ്ഞിരുന്ന് അമ്പയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ യുദ്ധത്തിൽ ബാലിയും സുഗ്രീവനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രാമൻ അമ്പയ്യുന്നില്ല. കാരണം രണ്ടാളുകളെ തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു സാഹചര്യമാണ്. തിരിച്ചറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് യുദ്ധം ചെയ്തില്ല. ആദ്യം പരാജയപ്പെട്ട്
പക്ഷേ ബാലി സുഗ്രീവന് പ്രാണഭിക്ഷ നൽകുന്നുണ്ട്, നീ എവിടെങ്കിലും പോയി എങ്ങനെങ്കിലും ജീവിച്ചോ എന്ന് പറയും. അങ്ങനെ പ്രാണഭിക്ഷയായിട്ട് നൽകും. പക്ഷേ സുഗ്രീവൻ എന്നിട്ട് രാമൻ്റെ അടുത്ത് പറയും, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിങ്ങളുടെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ യുദ്ധത്തിന് പോയത്. ഇതിനിടയ്ക്ക് വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കാര്യം ഈ ഹനുമാനാണ് രാമനെ കൂട്ടിക്കൊണ്ട് വരികയും ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പം വാനരന്മാരെ സീതാന്വേഷണത്തിന് വിട്ടു തരണമെങ്കിൽ എന്ത് ചെയ്യണം, സുഗ്രീവനെ രാജാവാക്കണം, ബാലിയെ ഇല്ലാതാക്കണം എന്നൊക്കെ ഹനുമാനാണ് ഇതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് വെച്ച് ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം രാമൻ പറയാണ്, നിങ്ങളെ രണ്ടാളുകളെയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് നീ അടുത്ത യുദ്ധത്തിന് ഒരു മാല ഇട്ടുകൊണ്ട് പോകും, ആ മാല ഇല്ലാത്തവനെ ഞാൻ അമ്പെയ്ത് കൊല്ലാം എന്ന് പറയും. അങ്ങനെ പരിക്കേറ്റ് കിടന്ന ബാലി, ഈ സുഗ്രീവൻ വീണ്ടും ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയാണ്. യുദ്ധത്തിന് വിളിക്കുന്ന സമയത്ത് ബാലിയുടെ ഭാര്യയായിട്ടുള്ള താര പറയുന്നുണ്ട്, ഒരിക്കൽ പരാജയപ്പെട്ടവൻ രണ്ടാമത് യുദ്ധത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അതവൻ്റെ വിഡിത്തമായി കാണുന്നത് നീ ചെയ്യുന്ന തെറ്റാണ്, കാരണം അവൻ്റെ കൂടെ ഇപ്പോൾ വലിയ ശത്രുവുണ്ട്, അതുകൊണ്ടാണ് അവൻ രണ്ടാമത് യുദ്ധത്തിന് വന്നത് എന്ന് പറയും. അത് സ്നേഹപൂർവ്വം താര പിടിച്ചു നിർത്തുന്നതാണ്. പക്ഷെ ബാലി അത് കേട്ടില്ല. രാവണനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ പോലും താര ബാലിയെ തടഞ്ഞിട്ടില്ല. കാരണം താരയ്ക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ട്, നല്ലൊരു രാഷ്ട്രതന്ത്രജ്ഞയാണ് താര. പക്ഷേ ബാലി സുഗ്രീവനുമായിട്ട് വീണ്ടും യുദ്ധത്തിന് പോയി. ഇത്തവണ മാലയില്ലാത്ത ബാലിയെ മറഞ്ഞിരുന്ന് അമ്പെയ്ത് രാമൻ കൊല്ലുന്ന സമയത്ത് എന്തിനാണ് എന്നെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ വീണ്ടെടുക്കാനാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. രാമചന്ദ്ര, അങ്ങനോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ രാവണനെയും രാക്ഷസസേനയും മുഴുവൻ എൻ്റെ വാലിൽ കെട്ടി തൂക്കിയിട്ടിട്ട് സീതാദേവിയെ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്നേനെന്ന് പറയും. അപ്പോൾ പറയും, നിന്നെ അതുകൊണ്ട് മാത്രമല്ല കൊന്നത്, സ്വന്തം പുത്രിയായി കാണേണ്ട അനുജന്റെ ഭാര്യയെ അപഹരിച്ച് ഭാര്യയാക്കാൻ ശ്രമിച്ചത് നീ ചെയ്ത കൊടിയ പാവമാണ്, ഭാര്യാപഹരണം, രാവണനും നീയും തുല്യനാണ്, അതുകൊണ്ട് നീ മരിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞിട്ടാണ് രാമൻ ബാലിയെ കൊല്ലുന്നത്. ആക്ച്വലി ഈ സുഗ്രീവന്റെ കഥ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. കിഷ്കിന്ധാകാണ്ഡത്തിനകത്ത് ബാലിയും സുഗ്രീവനും കൾമിനേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പക്ഷേ സുഗ്രീവൻ കുറച്ച് നീതിവാൻ ആയതുകൊണ്ട് തന്നെ സുഗ്രീവന്റെ സൈഡും അത്ര സ്ട്രൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. ബാലിയുടെ പുത്രനായിട്ടുള്ള അങ്കദനെയാണ് യുവരാജാവായിട്ട് വാഴിക്കുന്നത്. ബാലിയുടെ ഭാര്യയായിട്ടുള്ള താരയെ തന്നെ പട്ടമഹിഷിയായിട്ട് വാഴിക്കുകയും ചെയ്തു. ഇതാണ് കിഷ്കിന്ധാകാണ്ഡത്തിന്റെ ഒരു സമ്മറി. പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട്, എക്സ്പ്ലനേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ലോഹിതാക്ഷന്റെ കഥയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ അതൊക്കെ കൂടി പോകും. പിന്നെ ഇനി എന്തെങ്കിലും ടോപ്പിക് വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ഞാൻ ചെയ്യാൻ നോക്കാം.